എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അണ്ണൻ റൗണ്ട് ഓഫ് 32 കഴിഞ്ഞ് റൗണ്ട് ഓഫ് 16ലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പറയുന്നത് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചിട്ടാണ്. പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ കഴിഞ്ഞ ദിവസം കളി കഴിഞ്ഞു. 2-1 പോർച്ചുഗൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറയുള്ളൂ. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇങ്ങനെ കഷ്ടിച്ച് രക്ഷപ്പെട്ട് യോഗ്യത നേടേണ്ട ഒരു ടീമാണോ പോർച്ചുഗൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അമ്മാതിരി വളരെ മോശമായ പെർഫോമൻസ് ആണ് പോർച്ചുഗലിന്റെ ഭാഗത്തുണ്ടായത്. അത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഹോൾ ടീമിന്റെ ഭാഗമാണെങ്കിലും മോശം പ്രകടനം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ജയിച്ച് കയറി. ആദ്യ പകുതി 0-0 സമനിലയിലായിരുന്നു. രണ്ടാം പകുതിയിലാണ് 3 ഗോളും പറഞ്ഞത്. വിജയ ഗോൾ നേടിയത് 94-ാമത്തെ മിനിറ്റിലാണ് ഗോൺസാലോ റാമോസ്. 54 മിനിറ്റിൽ പെരിസിച്ചാണ് ആദ്യം വല കുലുക്കിയത്. എല്ലാം ഞെട്ടിപ്പോയി. പോർച്ചുഗൽ ഇമാതിരി കളിക്കാരൊക്കെ പോർച്ചുഗൽ ഉണ്ടായിട്ട് പോലും ആദ്യം പെരിസിച്ചാണ് ക്രൊയേഷ്യക്ക് വേണ്ടി ഗോൾ അടിച്ചത്. പിന്നാലെ ഒരു പെനാൽറ്റി കിട്ടി. ആ പെനാൽറ്റി ഗോളാക്കി മാറ്റി ക്രിസ്ത്യാനോ റൊണാൾഡോ സമനില പാലിച്ചു, സമനില നേടിക്കൊടുത്തു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സത്യം പറഞ്ഞാൽ 2 ബോൾ വലക്കുള്ളിലാക്കി. ഒരു ബോൾ വലക്കുള്ളിലാക്കിയത് ഓഫ് സൈഡ് ആയിരുന്നു. ഓഫ് സൈഡ് അല്ലാത്തെങ്കിൽ വളരെ മനോഹരമായൊരു ഗോളാകുമായിരുന്നു. ആ ബോൾ റിസീവ് ചെയ്തിട്ട് ആ ബോൾ പോസ്റ്റിലേക്ക് തട്ടിയിട്ടതും കാണുമ്പോൾ ഒരു വിൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതാപകാലത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗോളാകുമായിരുന്നു അത്. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി ഓഫ് സൈഡായി പോയി. എന്നാലും പെനാൽറ്റി കിട്ടുന്ന പെനാൽറ്റി ഗോളാക്കി മാറ്റി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഒരു ടെൻഷനും ഇല്ല. പലരും പെനാൽറ്റികളൊക്കെ പുറത്തേക്ക് അടിച്ച് കളയുമ്പോൾ അല്ലെങ്കിൽ മിസ്സാക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ കാമിൻ കോയിറ്റായിട്ട് എടുത്തിട്ട് ഗോളാക്കി മാറ്റി. കാരണം പ്രഷറൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഗോളിന് പിന്നിലാണെന്നുള്ള പ്രഷറൊന്നും ഉണ്ടായിരുന്നില്ല. ആ പെനാൽറ്റി കിക്ക് മര്യാദ കണ്ടവർക്ക് അറിയാം അണ്ണൻ അത് എന്ത് കാമിൻ കൂളായിട്ടാണ് അത് എടുത്തതെന്നറിയാം. എന്നിരുന്നാൽ പോലും അണ്ണൻ്റെ ഭാഗത്ത് നിന്ന് വളരെ മോശം പെർഫോമൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയല്ല ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇങ്ങനെയല്ല ഒരു പോർച്ചുഗൽ ടീം. എനിവേ എന്തായാലും 1-1 സമനില, കളി മുന്നോട്ട് നീങ്ങുന്നു. മാക്സിമം ക്രൊയേഷ്യ എങ്ങനെയെങ്കിലും പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ എത്തിക്കാനുള്ള വകുപ്പായിരിക്കും നോക്കിയിട്ടുണ്ടാവുക. കാരണം കഴിഞ്ഞ വർഷം 2022 വേൾഡ് കപ്പിൽ നമ്മുടെ ബ്രസീലായിട്ട് മത്സരം എല്ലാവർക്കും അറിയാലോ. അവസരം 1-1 സമനിലയായി. സമനിലയായി പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് നീങ്ങിപ്പോയി. ബ്രസീൽ തോറ്റു, ക്രൊയേഷ്യ ജയിച്ചു. അങ്ങനെ സംഭവം അറിയാലോ. ഞാൻ എൻ്റെ ടീമാണ് ബ്രസീൽ. അന്നൊക്കെ ഞാൻ അനുഭവിച്ചൊരു മാനസികമായി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നെയ്മറിൻ്റെ ഒരു മികച്ച ഗോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവുക. പക്ഷേ അതിന് വിപരീതമായി 94 മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങി വന്ന സൂപ്പർ സബ് ഗോൺസാലോ റാമോസ് പോർച്ചുഗലിന് വേണ്ടിയിട്ട് വിജയ ഗോൾ നേടുന്നു. അവസാന നിമിഷം ഒരു ഗോൾ നമ്മുടെ ക്രൊയേഷ്യ തിരിച്ചടിച്ചെങ്കിലും പക്ഷെ അത് ഓഫ് സൈഡായി ചെക്ക് ചെയ്ത് ഓഫ് സൈഡാണെന്ന് വിധിച്ചു. അത് ആ ക്രൊയേഷ്യൻ കളിക്കാരൻ്റെ തലയിൽ കൊണ്ടിട്ടുണ്ടോ കൊണ്ടിട്ടില്ലേ, അത് ഓഫ് സൈഡാണ് ഓഫ് സൈഡ് അല്ല എന്നുള്ള കോൺട്രവേഴ്ഷ്യലൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കണം. എനിവേ വാർ പരിശോധിച്ചു, അത് ഗോളല്ല എന്ന് റഫറി വിധിച്ചു. അതുകൊണ്ട് മാത്രം പോർച്ചുഗൽ രക്ഷപ്പെട്ടു. അതെങ്ങാനും വാർ നോക്കി റഫറി ഗോൾ അനുവദിക്കുകയായിരുന്നെങ്കിൽ 2-2 സമനില, എക്സ്ട്രാ ടൈമിലും ഈ പോർച്ചുഗൽ ഗോൾ അടിക്കുമെന്ന് എനിക്കറിയില്ല. ഷൂട്ടൗട്ടിൽ നേരെ ക്രൊയേഷ്യ ജയിച്ചതിനായിരുന്നു. കഷ്ടപ്പെട്ടാണ് ജയിച്ചത് പോർച്ചുഗൽ. അവസ്ഥ ആലോചിക്കണം. ഈ ലോകത്തിലെ ഏറ്റവും മികച്ച മധ്യനിര ഉള്ളത് പോർച്ചുഗലിലാണ്. വിറ്റീനിയ നമ്മുടെ PSG വേണ്ടി കളിക്കുന്നു, കപ്പെടുത്താണ്, 2 വർഷം കപ്പെടുത്താണ്. ബ്രൂണോ ഫെർണാണ്ടസ് പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി മിന്നും പ്രകടനം കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിലെ മികച്ച പ്ലെയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ബ്രൂണോ ഫെർണാണ്ടസ്, ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയ ബ്രൂണോ ഫെർണാണ്ടസ്. ഇമാതിരി കളിക്കാരൊക്കെ. പിന്നെ ജാവോ നെവസ്, അതും നമ്മുടെ PSG വേണ്ടി കളിക്കുന്നതാണ്. നമ്മുടെ ചാമ്പ്യൻസിലേക്ക് നേടിയ കളിക്കാരനാണ് കഴിഞ്ഞ വർഷത്തെ. ഇമാതിരി സ്ട്രോങ് ആയിട്ടുള്ള മിഡ്ഫീൽഡൊക്കെ ഉണ്ടായിട്ട് പോലും, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്രണ്ടിലുണ്ടായിട്ട് പോലും അവർക്കൊന്നും മര്യാദയ്ക്ക് കളിക്കാൻ പറ്റില്ല. 62% ബോൾ പൊസിഷനൊക്കെ നമ്മുടെ പോർച്ചുഗൽ ഉണ്ടായിട്ട് പോലും ബോൾ വെറുതെ കയ്യിലെത്തിരി കാര്യമില്ല. ഗോൾ അടിക്കണ്ടേ? ഇവർ ഗോൾ അടിക്കാൻ മറക്കുന്നു. ഗോൾ അടിക്കേണ്ട ആള് മറക്കുന്നു. നീ ഗോൾ അടിക്കേണ്ട ആൾക്ക് മര്യാദയ്ക്ക് ബോൾ ഇട്ട് കൊടുക്കണ്ടേ? അതും കാര്യമായിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ മൊത്തത്തിൽ പോർച്ചുഗൽ ആകെ പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ റൗണ്ട് ഓഫ് 16 അവർ നേരിടേണ്ടത് യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനിനെയാണ്. സ്പെയിൻ മോശം ടീമൊന്നുമല്ല. സ്പെയിൻ ഈ പോർച്ചുഗലിന് കളിക്ക് മുമ്പ് സ്പെയിൻ 3-0 ഓസ്ട്രിയനെ തറപറ്റിച്ചിരുന്നു. ഈ ടീമിനോടാണ് പോർച്ചുഗലിൽ റൗണ്ട് ഓഫ് 16 ഏറ്റുമുട്ടേണ്ടത്. പോർച്ചുഗലിൻ്റെ കോച്ച് മാർട്ടിനസ് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഈ ടീം വെച്ചിട്ട് സ്പെയിനായിട്ട് മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തോക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സ്പെയിൻ 3-0 ഓസ്ട്രിയ തോപ്പിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള മത്സരത്തിൽ 2-1 പോർച്ചുഗൽ ക്രൊയേഷ്യയെ തോപ്പിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് അൾജീരിയയെ 2-0 തോപ്പിച്ചു. അതാണ് ആ 3 കളികളുടെ റിസൾട്ട്. എനിവേ പോർച്ചുഗൽ വളരെ മോശം പെർഫോമൻസാണ് കടന്നു പോകുന്നത്. റൗണ്ട് ഓഫ് 16 എത്തി. സ്പെയിനാണ് നേരിടാനുള്ളത്.
തന്ത്രങ്ങൾ മെനയുക, നല്ലോണം കളിക്കുക, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സ്പേസ് കൊടുക്കാൻ, ബോൾ എത്തിച്ചു കൊടുക്കാൻ നോക്കുക. എല്ലാവരും മിഡ്ഫീൽഡിലായാലും എല്ലാവരും ഒത്തുണക്കത്തോടു കൂടി ടീമായിട്ട് കളിക്കുക. ഇല്ലാച്ചെങ്കിൽ നിങ്ങൾ ഈ റൗണ്ട് 16 ഈ പണി നിർത്തി പോകേണ്ടി വരും. അണ്ണൻ്റെ അവസാന കളി കാണേണ്ടി വരും.